ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ നെഗറ്റീവ് കമന്റ്, റിലീസ് ചെയ്തതിന് ശേഷം ചില ക്രിട്ടിക്സ് സിനിമയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. പക്ഷെ സിനിമയുടെ കാസ്റ്റ് പറയുന്നത് മറ്റൊരു കഥയാണ്. തിയേറ്റർ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്, ഓൺലൈൻ നെഗറ്റിവിറ്റി കമ്പയിൻ തുടരുകയാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ശരിക്കും സംഭവിച്ചത്? അഖിൽ NRDയും അഖിൽ ഷായും അഭിനയിച്ച മഹാരാജ ഹോസ്റ്റൽ എന്തുകൊണ്ടാണ് ഇത്രയും ചർച്ചയാവുന്നത്? ഇന്ന് നമുക്ക് അതിന്റെ മുഴുവൻ സ്റ്റോറി കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അഖിൽ NRD, അഖിൽ ഷാ, ശരത് ബാബു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഹൊറർ കോമഡി സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ചാരു വഖാൻ ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനെത്തുന്ന അരവിന്ദ്, വർക്കി, മിഥുൻ എന്നീ 3 സുഹൃത്തുക്കള് പണം ലാഭിക്കാനായിട്ട് കോളേജിന് പുറത്തുള്ള മഹാരാജ ഹോസ്റ്റലിൽ താമസിക്കാൻ എത്തുന്നു. പിന്നീട് ഒരു പഴയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സൂപ്പർ നാച്ചുറൽ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ട്രെയിലർ വന്നപ്പോൾ തന്നെ സിനിമയ്ക്ക് നല്ല അറ്റൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിലീസിന് മുൻപും ശേഷവും കാര്യങ്ങൾ നന്നായിട്ട് മാറി. എങ്ങനെയാണ് ഈ കോൺട്രവേഴ്സി തുടങ്ങിയെന്ന് നോക്കാം. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലർ സിനിമയെ ടാർഗറ്റ് ചെയ്ത് നെഗറ്റീവ് കമന്റ്സ് ഇടാൻ തുടങ്ങി. എന്തോന്ന് എടുത്തു വെച്ചേക്കുന്നേ, തിയേറ്ററിൽ ആരും കാണില്ല തുടങ്ങിയ രീതിയിലുള്ള കമന്റ്സ് വന്നപ്പോൾ അഖിൽ ഷാ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ അതിനെ ജഡ്ജ് ചെയ്യാൻ ശരിയല്ലെന്നും സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതോടെ മറ്റൊരു ഡിബേറ്റ് തുടങ്ങി. ഇത് ജെനുവിൻ ക്രിറ്റിസിസം ആണോ അതോ ടാർഗറ്റഡ് ട്രോളിംഗ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. റിലീസ് കഴിഞ്ഞപ്പോൾ എന്തായി നോക്കാം. ജൂലൈ 24, 2026 സിനിമ റിലീസ് ചെയ്തത്. റിലീസ് കഴിഞ്ഞപ്പോൾ ചില ക്രിട്ടിക്സ് സിനിമയെ വളരെ ശക്തമായിട്ട് വിമർശിച്ചു. ദ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ റിവ്യൂവിൽ സിനിമയുടെ റൈറ്റിംഗ്, കോമഡി, ഹൊറർ പെർഫോമൻസസ്, എക്സിക്യൂഷൻ എന്നിവയെല്ലാം രൂക്ഷമായിട്ട് വിമർശിക്കുകയുണ്ടായി. വെറും 0.5 റേറ്റിംഗ് ആണ് അവർ കൊടുത്തത്. മറ്റൊരു റിവ്യൂവിലും സിനിമയുടെ പ്രഡിക്റ്റബിൾ റൈറ്റിംഗ്, ഹൊറർ കോമഡി ട്രീറ്റ്മെന്റ്, പെർഫോമൻസസ് എന്നിവയെ വിമർശിച്ചിട്ടുണ്ട്. അതായത് നെഗറ്റീവ് റിവ്യൂസ് വെറും സോഷ്യൽ മീഡിയ ട്രോളിംഗ് മാത്രമല്ല എന്ന് മനസ്സിലാക്കാം. പ്രൊഫഷണൽ ക്രിട്ടിക്സിൽ ചിലരും സിനിമയെ ജെനുവൻലി ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്തായിരുന്നു നോക്കാം. സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രധാന ക്രിറ്റിസിസം ട്രൈബൽ കമ്മ്യൂണിറ്റിയെയും അവരുടെ വിശ്വാസത്തെയും കുറിച്ച് അവതരിപ്പിച്ച ആ ഒരു രീതിയെ കുറിച്ചിട്ടായിരുന്നു. ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമയുടെ റെപ്രസെന്റേഷൻ സംബന്ധിച്ചും ഡിസ്കഷൻ ഉണ്ടായി. ഇതൊരു സെൻസിറ്റീവ് വിഷയമായതിനാൽ സിനിമ കണ്ട പ്രേക്ഷകർക്ക് സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും ശരി. ഒരു റിവ്യൂ പറഞ്ഞത് മാത്രം കൊണ്ട് സിനിമയെക്കുറിച്ചുള്ള ഫൈനൽ ട്രൂത്ത് നമുക്ക് പറയാൻ കഴിയില്ല. അഖിൽ NRDയുടെ ആക്ടിങ്ങിനെ കുറിച്ചും ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാന ക്രിറ്റിസിസം ലീഡ് പെർഫോമൻസസിനെ പറ്റിയിട്ടായിരുന്നു. അതായത് ഈ 3 പേരെയും പറ്റിയിട്ടായിരുന്നു. അവരെ രൂക്ഷമായിട്ട് തന്നെ ഒരുപാട് ക്രിട്ടിക്സ് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരുടെ അഭിപ്രായം ഒരുപോലെ അല്ല. ചില റിവ്യൂസ് സിനിമയെ ലൈറ്റ് ഹാർട്ടഡ്, ഈസി ബ്രീസി ഹൊറർ കോമഡി എന്ന രീതിയിൽ കണ്ടിട്ടുമുണ്ട്. അതിനാൽ സിനിമയെക്കുറിച്ച് കംപ്ലീറ്റ്ലി നെഗറ്റീവ് റെസ്പോൺസ് മാത്രമാണ് ഉണ്ടായത് എന്നും പറയാൻ കഴിയില്ല. പിന്നെ കാസ്റ്റ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇതിൽ അഭിനയിച്ചവർ, ഇതാണ് കോൺട്രവേഴ്സിയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. മഹാരാജ ഹോസ്റ്റൽ കാസ്റ്റ് അടുത്തിടെ ഓൺലൈൻ നെഗറ്റിവിറ്റിയെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വാദം ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റിയും തിയേറ്റർ ഓഡിയൻസിന്റെ പ്രതികരണവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. തിയേറ്റർ റെസ്പോൺസ് പോസിറ്റീവ് ആണെന്നും ആളുകൾ സിനിമ കണ്ടിട്ട് ഹോണസ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യണമെന്നും ഈ അഭിനയിച്ച ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് മേക്കേഴ്സ് അല്ലെങ്കിൽ ഇതിലെ കാസ്റ്റ് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് മാത്രം നോക്കി സിനിമയെ ജഡ്ജ് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ആരാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു സിനിമയെ ഡിസ്ലൈക്ക് ചെയ്യുന്നത് ക്രിറ്റിസിസമാണ്. പക്ഷെ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ കാസ്റ്റ്, ഇതിൽ അഭിനയിച്ചവർ ഓൺലൈൻ നെഗറ്റിവിറ്റി കമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല എല്ലാ നെഗറ്റീവ് റിവ്യൂസും ഫേക്ക് ആണെന്ന് പറയാൻ കഴിയത്തുമില്ല. കാരണം പ്രൊഫഷണൽ ക്രിട്ടിക്സിലും സിനിമയെ ജെനുവിൻലി ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതേസമയം സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്ത റിവ്യൂസും വന്നിട്ടുണ്ട്. അതിനാൽ മഹാരാജ ഹോസ്റ്റൽ കോൺട്രവേഴ്സിയുടെ യഥാർത്ഥ ചിത്രം ഓൺലൈൻ ട്രോളിംഗ്, ജെനുവിൻ ക്രിറ്റിസിസം, പോസിറ്റീവ് ഓഡിയൻസ് റെസ്പോൺസ് എന്നിവ എല്ലാം കൂടിച്ചേർന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മഹാരാജ ഹോസ്റ്റൽ ശരിക്കും ഒരു മോശം പടമാണോ? അതോ സോഷ്യൽ മീഡിയയിലെ എക്സസീവ് നെഗറ്റിവിറ്റി കാരണം സിനിമയ്ക്ക് കിട്ടേണ്ടതിലും കൂടുതൽ ഹെയ്റ്റ് കിട്ടിയതാണോ?
അഖിൽ NRDയുടെ സിനിമയിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല, പക്ഷേ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇതുപോലുള്ള ലേറ്റസ്റ്റ് മൂവി, മലയാളം അപ്ഡേറ്റ്സിനും കോൺട്രവേഴ്സീസ്, റിവ്യൂസ്, അപ്ഡേറ്റ്സ് എന്നിവയ്ക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.